ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ തീമായിട്ടുള്ള ആ വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to 1 Corinthians chapter 1 verse 9 regarding our theme, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. But it says in verse 9 that just as it is written, things which our eye has not seen and ear has not heard, which have not entered into the hearts of man, all that God has prepared for those who love him. പലരും വിചാരിക്കുന്നത് ഇത് മരണശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുക്കിയിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഗൾഫിനൊരു വിസ, പെട്ടെന്നൊരു വിവാഹം, ജോലിയിലൊരു പ്രൊമോഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ഇവിടുത്തെ കാര്യങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല എന്നാണ് പലരും ഈ വാക്യത്തെ വ്യാഖ്യാനിക്കാറുള്ളത്. Usually people interpret this verse as this is something that is going to happen once we reach heaven, or the blessings that we have regarding our job, or regarding going to abroad, going to Gulf countries, or any type of physical blessings which you do not have now. You have not seen it, heard it, and you are going to get it. That is how people usually interpret it. എന്നാൽ ഇവിടെ നോക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറയുന്ന ഈ പ്രയോഗം നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. But then this particular phrase, to those who love him, this particular phrase can be seen in another passage too. കേരളത്തിലൊക്കെ CFC സഭകളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാസികയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പലരും പറയാറുണ്ട്, റോമർ 8:28 നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്യം എന്ന് പറയാറുണ്ട്. Many people rather indirectly tease us in Kerala, saying that Romans 8:28, isn't it your favorite verse in your church? അതെ, റോമർ 8:28 പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഇവിടെ നമ്മൾ കണ്ടു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. In Romans 8:28 also we see that same expression, those who love God. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ ഒരു കാര്യമാണ് നമ്മുടെ ആത്യന്തിക നന്മ എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം എടുക്കാറുണ്ട്. We know that the best, the good that God works in us is to become like Jesus, and we preach that, and we have also seen that coming up in our own lives. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ടെങ്കിലേ സത്യത്തിൽ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വയ്ക്കാൻ കഴിയുള്ളൂ. It is only as we love God, then only we'll be able to value that, Lord, becoming like your son is the greatest good that can happen to me. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന ആ കാര്യത്തിൽ ഹൃദയം വെച്ചവർക്കാണ് സത്യത്തിൽ അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ജീവിതമാണ്, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഇവിടെ 1 കൊരിന്ത്യർ 2:9 നമുക്കതിനോട് ചേർത്ത് വായിക്കാനായിട്ട് കഴിയും. So this is what we read in 1 Corinthians chapter 2 verse 9, that our ears have not heard and our eyes have not seen what God has prepared for us. Those who love God is becoming more and more like his son, Jesus Christ. എന്നാൽ അത് ഒരു വെളിപ്പാടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. But we need a revelation to understand that. അതിൻ്റെ തൊട്ട് മുകളിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കതിനെക്കുറിച്ചൊരു വെളിച്ചം കിട്ടിയിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. It says that you need a revelation, and if you do not have a revelation, you can't understand this. And if they had known that he was a prince of glory, they would not have crucified him. എന്നാൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. But it says in verse 10 that through the Spirit it has been revealed to us. പ്രിയപ്പെട്ടവരെ, കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, ആ ഒരു ലക്ഷ്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ 30 വർഷവും നമ്മൾ കണക്കിലെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. Unless and until we get a revelation that we need to understand about the first 30 years of Jesus Christ and we have to become like him, then we cannot understand this. സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ അത് പറയും തോറും
അടി കാണാത്ത ഒരു ആഴമുള്ള ഒരു കിണർ പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. സ്നേഹം, it is It is the love. Love is something like a well for which we cannot see its depth. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ സത്യത്തിൽ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു? Yeah, we may say that we love God, but how much do we love God? സ്നേഹത്തിൻ്റെ ഒരു പുസ്തകമാണല്ലോ ഉത്തമഗീതം. And we can turn to Song of Solomon. അതിൻ്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പ്രിയ പറയുന്നു, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. It says in chapter 2, which verse? 16. Chapter 2, verse 16 of Song of Solomon, it says there, my beloved is mine and I am his. He pastures his flock among the lilies. അവൾ പറയുകയാണ്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. My beloved is mine and I am his. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം ഏതാണ്ട് ഇതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു വാക്യമാണ്. But when we proceed to chapter 6, verse 3, we read, it sounds almost like that. I am my beloved's and my beloved is mine. 6-ന്റെ 3-ല് ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. I am my beloved's and my beloved is mine. രണ്ടും നമ്മൾ ഒറ്റ കേൾവിയിൽ ഒരുപോലെ തോന്നും, പക്ഷേ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. It may sound same, but both are different. 2:16 പറയുന്നത് എന്താ? എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ദൈവം എനിക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവനുള്ളവൾ, ഞാൻ ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലപാട്. It says in verse 2:16, it says, my beloved is mine and I am his. അതിൽ തെറ്റൊന്നുമില്ല. കാര്യം നമുക്കറിയാവുന്ന പോലെ 1 യോഹന്നാൻ 4:10 പറയുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. It is true that God loved us, therefore my beloved is mine. That's true. There is nothing wrong in that. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അതിനോടുള്ള ഒരു പ്രതികരണം പോലെ അവൾ പറയുകയാണ്, ഞാൻ അവനുള്ളവൾ. But then it is a response. It says, I am my beloved's. എന്നാൽ 6:3 വരുമ്പോഴോ കാര്യം നേരെ തിരിഞ്ഞു. But when it comes to 6:3, it sounds different. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഞാൻ കർത്താവിന് വേണ്ടിയാണ് എന്നുള്ളതിനാണ് 1-ാമത്തെ സ്ഥാനം. I am my beloved's and my beloved is mine. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്നുള്ളത് കർത്താവ് എനിക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളത് 2-ാമത് അവൾ പറയുന്നു. I am my beloved and my beloved is mine. That is, it says second. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, രണ്ടും തമ്മിൽ അതിൻ്റെ പ്രയോറിറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്. There is a difference in that statement. 1-ാമത് അവൾ കണ്ടെത്തിയത് കർത്താവ് എനിക്കുള്ളതാണ്, കർത്താവിലൂടെയുള്ള എല്ലാ നന്മകളും എനിക്കുള്ളതാണെന്ന് പറയുന്നു. രണ്ടാമത് അവളുടെ സമർപ്പണമാണ്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിനായിട്ട് നൽകും എന്നുള്ള നിലയിൽ അവളുടെ നിലപാടാണ് നമ്മൾ 2-ാമത് കാണുന്നത്. Okay, in chapter 6, verse 3, in Malayalam it says, my beloved is mine, and it says, secondly, I am my beloved's. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയാൻ വന്നത്, Yeah. Okay. In 2:16 it says, my beloved is mine, but in 6:3 it says, I am my beloved's. Okay. ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ദൈവം എനിക്കുള്ളതാണ്. ദൈവത്തിലുള്ള എല്ലാ നന്മകളും, ദൈവം എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യും, രോഗസൗഖ്യം തരും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കും, എല്ലാ കാര്യങ്ങളും ദൈവം എനിക്കുള്ളതാണ്. അതിനാണ് പ്രയോറിറ്റി. Yeah, in the Christendom we find that it is emphasis is on 2:16. My beloved is mine. It is all his blessings and all that God has done and will do everything for me. എന്നാൽ ദൈവത്തെ യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിലും, എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്. Then irrespective of whether God answers my prayers or whether God blesses me or not blesses me, my conclusion is this:
I belong to my beloved, as it says in 6:3. ഈ ഒരു ഉറപ്പ് സത്യത്തിൽ ഒരു തരത്തിൽ യഥാർത്ഥത്തിൽ ഈ സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു അന്ധമാണെന്ന് നമുക്ക് തോന്നും. So this love is eternal. സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കാര്യത്തോട് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കണോ, ഇത്രയും ഗൗരവമായിട്ട് കർത്താവിനെ സ്നേഹിക്കണോ എന്നൊക്കെ ചിലപ്പോഴും ലോകം പറയും അതൊരു ബ്ലൈൻഡായ ഒരു സ്നേഹമാണ്. Yeah, we may even think that the world may say that should you love God to that extent? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം കർത്താവ് മരണശേഷം വെളിപ്പെട്ട മഗ്ദലക്കാരി മറിയയുടെ അടുത്ത് ചെല്ലുന്ന ഇടത്ത് അവൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. It says in chapter 20 of John's Gospel. അവിടെ 20:15 വരുമ്പോൾ in verse 15 it says. യേശു ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? John chapter 20 verse 15. ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. Jesus said to her, "Woman, why are you weeping? Whom are you seeking?" അപ്പോൾ അവൾ പറയുന്നു, അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. Supposing him to be the gardener, she said to him, "Sir, if you have carried him away, tell me where you have laid him. I will take him away." മഗ്ദലക്കാരി മറിയ പറഞ്ഞത് ശ്രദ്ധിച്ചോ? Did you understand what she was saying? അവൾ പറയുകയാണ്, എൻ്റെ കർത്താവിനെ കാണുന്നില്ല, നീ I'm not able to പോയി അവനെ എവിടാണെന്ന് വെച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. Yeah, I am not able to see my Lord. Where have you kept him? I can take him. അവളെപ്പോലെ ഒരു ബലഹീനയായ ഒരു സ്ത്രീയെ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോയാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അവൾക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒക്കുമോ? Will this weak woman be able to carry the body of this young man of 33 years? And what is his dead body? And what is the advantage of that? യേശു ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ യേശുവിനെ കൊണ്ട് ചില പ്രയോജനം ഉണ്ടായിരുന്നു. Yeah, if Jesus was alive, there was a lot of uses by him. രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു. Yeah, he would have healed the sick. അപ്പം വേണമെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ച് തരുമായിരുന്നു. Yeah, he would multiply the loaves. വീഞ്ഞ് ആവശ്യത്തിന് നൽകുമായിരുന്നു. He will give wine enough. ഈ രംഗത്ത് വരുമ്പോൾ ആ യേശു മരിച്ചു, യേശുവിൻ്റെ ഡെഡ് ബോഡിയാണുള്ളത്. ആ here, ഡെഡ് ബോഡി കാണാതെ കരയുന്ന ഒരു സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. But here we find that here is a dead body and she is weeping about that dead body of Jesus. എന്നിട്ട് അവൾ പറയുക, ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. If you tell me where you have kept, I can carry it. മരിച്ചു 3 ദിവസമായ ഉയർത്തു എന്നറിയില്ല. മരിച്ചു 3 ദിവസമായ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹവും എടുത്തുകൊണ്ട് അവൾക്ക് എങ്ങനെ പോകാൻ ഒക്കും? He is dead and it is almost 3 days, and how can she carry that? എന്ന് മാത്രമല്ല, അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം കണ്ടോ, യേശുവിന് നിക്കോദേമസും മറ്റും ഏകദേശം 100 റാത്തൽ മൂറും അകലവും കൊണ്ടുള്ള ഒരു കൂട്ടും ഇട്ടിട്ടുണ്ട്. It says more than that, the weight increases. It says in chapter 19 of John's Gospel, chapter 19, verse 39, it says, "And Nicodemus came also, who had first come to him by night, bringing a mixture of myrrh and aloes, about 100 pounds weight." ആ 100 റാത്തൽ ഭാരമുള്ള അകിലം അടങ്ങിയ ഒരു മൃതദേഹം എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് അവൾ പോകുന്നത്? സത്യത്തിൽ സ്നേഹം പലപ്പോഴും അന്ധമാണ്. And this body had this extra weight also. And here, her love was tested. അതിൽ നിന്നുള്ള ഒരു പ്രയോജനം അവൾ നോക്കുന്നില്ല. She was not looking at what profit I can get. What can I get out of this? ജീവിച്ചിരിക്കുന്ന ഒരു ക്രിസ്തുവിൽ നിന്ന് പ്രയോജനം ഉള്ള ആളുകളുണ്ട്, പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ നോക്കാൻ ആരുമില്ല. മഗ്ദലക്കാരി മറിയയെ. A lot of people were after Jesus in order to get a lot of profits, a lot of gain out of that. But the dead body, dead Jesus, who wants? Nobody wants. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പാടാറുള്ള പാട്ടുണ്ടല്ലോ, അതിലെ ഒരു വരി പലപ്പോഴും എന്നെ ഇങ്ങനെ ആകർഷിക്കാറുണ്ട്. There is a very common song and that really attracts me. I have decided to follow Jesus. Yes, I have decided to follow Jesus. അതിൻ്റെ അകത്ത് ഒരു വരി ഇങ്ങനെ പറയുക, You take the whole world, give me my Savior. Yeah, there is that one statement there. Lord, you can take the whole world, but give me Jesus. പ്രിയപ്പെട്ടവരെ, മുഴുവൻ ലോകവും നിങ്ങൾ എടുത്തോ, എനിക്കെൻ്റെ രക്ഷകനെ മതി. You take the whole world, but I want the Savior back. മറിയുടെ മനോഭാവം ഏതാണ്ട് അതാണ്. പ്രയോജനമല്ല അവൾ നോക്കുന്നത്,
അവനോടുള്ള സ്നേഹം It is ആ not the, നിലയിൽ yeah. ആ ഡെഡ് ബോഡി ആണെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു So നിലപാട്. this was the attitude of Mary. It was not that Mary was thinking, what can I get? But he was talking, he was considered about even the dead body. Good enough for me, even if I don't get anything. ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം കർത്താവ് എനിക്കുള്ളതാണ് എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ കർത്താവിനുള്ളതാണ് എന്നുള്ള ആ ത്യാഗപരമായ ഒരു നിലപാടിലേക്ക് മാറണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച. So the thing I wanted to say was this, that we start with, Lord, I need you. But later on we should progress. Lord, I am yours. അങ്ങനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവർക്കാണ് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ടുള്ള ആ വിളിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിക്കുക. Only such people will get a revelation about the actual calling of God. പക്ഷേ അങ്ങനെ ഒരു ജീവിതം താരതമ്യേന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. It is not easy. തന്നെ കർത്താവിനായിട്ട് കമ്മിറ്റഡ് ആക്കുന്ന, പ്രതിബദ്ധതയോടെ നൽകുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. Only a person who is loyal and committed to the Lord will be able to say those words. ക്രിസ്തീയ ജീവിതം പലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് കർത്താവ് എനിക്കത് തന്നാലും തന്നില്ലെങ്കിലും കർത്താവെ ഞാൻ നിനക്കുള്ളവളാണ്, ഞാൻ നിനക്കുള്ളവനാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം അതാണ് നോക്കുന്നത്. God is looking for people who would say, Lord, whether it is not what I am able to get, Lord, I am willing to love you, whether I get anything or not. അതൊരു പ്രതിബദ്ധതയാണ്. That's a commitment. Yeah, that is a commitment. പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു കോൺട്രിബ്യൂഷൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. For many people, it is Christianity is based on a contribution. ഇത് വിശദമാക്കാൻ ഒരിക്കൽ ജീവമൊഴിയിൽ വന്ന ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. I remember a story that we published in our magazine Geoji. ഒരിക്കൽ ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ ഒരു താറാവും ഒരു ആടും കൂടെ നടക്കാനിറങ്ങി. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അവർ രണ്ടുപേരും കൂടെ നടക്കാനിറങ്ങി. So once upon a time there was a goat and a duck. Both of them went for a walk. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഇതാ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് 100 രൂപ. So they walked and it was written there in front of a hotel, breakfast 100 rupees. എന്നിട്ട് ആ മെനു എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം 3 എണ്ണം. And then the menu was written there, appam 3. മട്ടൻ കറി. And then you will get mutton curry. പിന്നെ ഓംലെറ്റ്. And then you will get omelette and tea. അപ്പോൾ നോക്ക്, അപ്പം, മട്ടൻ കറി, ഓംലെറ്റ്, ചായ 100 രൂപ. So then 4 things, mutton, appam, mutton, then tea and omelette, egg. Yeah. ആടും താറാവും കൂടി ഇങ്ങനെ ഇത് വായിച്ചിട്ട് അവരെ ആട് താറാവും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ താറാവ് പറഞ്ഞു, ഇതൊക്കെയാണെങ്കിൽ ഈ മനുഷ്യർ വലിയ ആളുകളാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മളാണ്. Then the goat said, oh, the people say these human beings are great and big people, but without us they can't have the breakfast. കണ്ടോ, അതായത് മട്ടൻ കറിയും ഓംലെറ്റുമാണ് നമ്മൾ രണ്ടും അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. And we give these 2 things and പക്ഷേ ഒരു തമാശ പറഞ്ഞിട്ടും കൂട്ടുകാരൻ്റെ അടുത്തുനിന്ന് മറുപടി ഒന്നും കാണാഞ്ഞിട്ട് താറാവ് പതുക്കെ ആടിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. And then this conversation was going and this duck was looking at the face of this goat. നോക്കിയപ്പോൾ ആടിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നു. And then the goat was crying. താറാവ് ചോദിച്ചു, എന്താ നീ കരയുന്നത്, എന്താ കരയുന്നത്? Then the duck asked, why are you crying, O goat? ആട് ഇങ്ങനെ പറഞ്ഞു. And then the goat replied like this. അതായത് മനുഷ്യന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ രണ്ടുപേരുമാണ്, അത് ശരിയാണ്. It is true that we both are giving the breakfast to the human beings. പക്ഷേ ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു കമ്മിറ്റ്മെൻറ്റും നിന്നെ സംബന്ധിച്ച് അതൊരു കോൺട്രിബ്യൂഷനും മാത്രമാണ്. Then the goat said, for me, the breakfast giving involves my whole total commitment. And for you, it is only a simple contribution. അതായത് അപ്പത്തോടൊപ്പം മട്ടൻ കറി ഉണ്ടാകണമെങ്കിൽ ഈ ആട് മരിക്കണം. അതേസമയം ഓംലെറ്റ് കൊടുക്കാൻ മുട്ട താറാവ് ഇട്ടാൽ മാത്രം മതി. മുട്ട കഴിഞ്ഞിട്ടും താറാവിൻ്റെ ജീവിതം. For omelette, you have to just lay one egg. But then for mutton curry, I have to
die. പ്രിയപ്പെട്ടവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അതൊരു കമ്മിറ്റ്മെൻ്റ് ആണോ അതോ ഒരു കോൺട്രിബ്യൂഷൻ ആണോ? So we can judge ourselves and we can ask ourselves, is my life a contribution to God or a commitment to God? പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു കോൺട്രിബ്യൂഷനാണ്. അവർ It is. 7 ദിവസമുണ്ടെങ്കിൽ ഒരു ദിവസം ദൈവത്തിനായിട്ട് കൊടുക്കുന്നു, 100 രൂപയുണ്ടെങ്കിൽ 10 രൂപ ദൈവത്തിനായിട്ട് കൊടുക്കുന്നു. ഒരു കോൺട്രിബ്യൂഷനാണ്. അത് കഴിഞ്ഞിട്ടും അവർക്കൊരു ജീവിതം ബാക്കിയുണ്ട്. And for many people among Christians, it is only a contribution. One day in a week and 10% of their salary. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മഗ്ദലക്കാരി മറിയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു പ്രതിബദ്ധതയാണ്. But for Mary, it was not a contribution, it was her total commitment. അതിൽ നിന്ന് മാറിക്കൂടാ. From that we should not ദൈവത്തെ ആ നിലയിൽ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അവർക്ക് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നത് അതൊരു വെളിപ്പാടായി ലഭിച്ചുകൊണ്ടിരിക്കും. For such people, becoming like Christ will be a continuous revelation. ആ വാക്യം നമ്മൾ വായിച്ച ആ വാക്യം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണല്ലോ, 64-ാമത്തെ അധ്യായം. It is a quotation from Isaiah 64. 64-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പക്ഷെ അവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് യെശയ്യാവിൽ നമ്മൾ കാണുന്നത്. In 64:4 we read, it's slightly different in Corinthians and here. നീ അല്ലാതെ ഒരു ദൈവം കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. In the second part it says, neither has the eye seen a God besides thee who acts in behalf of the one who waits for him. കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നവന് വേണ്ടിയാണ് ഈ ഒരു വെളിപ്പാട്. So here it says about something different from Corinthians, but here it says, our God who acts on behalf of the one who waits for him. ഞാൻ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്യം റോമർ 8:28-29 അല്ലേ, അതിലേക്കല്ലേ നീ നിൻ്റെ ജീവിതത്തെ കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, സത്യത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഈ കാര്യത്തെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമായിട്ടല്ലേ ഇപ്പോഴും കാണുന്നത്? But though people tell us that, oh, this is your favorite verse in Romans 8:28, but I want to judge myself and I find that am I just giving a committed life or a contribution, giving us contribution to the Lord? പ്രിയപ്പെട്ടവരെ, അതിനായിട്ടൊരു കാത്തിരിപ്പുണ്ട്, അതിലേക്കൊരു സമയത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എങ്കിലും നമുക്കൊരു സ്വകാര്യ അജണ്ടകളില്ലാതെ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പദ്ധതിയില്ലാതെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ. So we should never get discouraged whether it takes from contribution to the commitment. It will take time, but let us give ourselves to the Lord like that. ആമേൻ. Amen.